2 ബോഗിയാണ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയത്. ഈ വെള്ളത്തിന്റെ ഇതിന്ന് ഈ ബോഗിന്റെ ജനവാതിലിന്റെ ഈ ഉള്ളിൽ കൂടെ കയ്യും കാലും ഇട്ടിട്ട് ആർത്ത് വിളിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിക്കും. ജൂൺ മാസം വരുന്ന സമയത്ത് പോലും ഈ കടലുണ്ടിയിൽ ഉണ്ടായിട്ടുള്ള അന്നത്തെ ഫിറോസ് നഗറിൽ ഉണ്ടായിട്ടുള്ള അപകടം ഇന്നും മനസ്സിൽ നിന്ന് ഒഴിയാതെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. മരണത്തിനും ജീവിതത്തിനുമിടയിൽ ഒരിറ്റി ശ്വാസത്തിനായി ആളുകൾ ആർത്തലച്ച് നിലവിളിക്കുന്നു. അന്ന് കടലുണ്ടിക്ക് ഒരു വല്ലാത്ത നിറമായിരുന്നു, കറുപ്പും ചുവപ്പും കലർന്ന ചെളിവെള്ളം. 2021 ജൂൺ 22 വെള്ളിയാഴ്ചത്തെ ആ കരിദിനം ഇന്നും ഭയത്തോടെയും സങ്കടത്തോടെയും ഓർത്തെടുക്കുകയാണ് അന്ന് കടലുണ്ടി ട്രെയിൻ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അസീസ് മഠത്തിൽ. സമയമേതാണ്ട് സന്ധ്യയോടടുത്തു. മംഗലാപുരത്ത് നിന്നും നിറയെ യാത്രക്കാരുമായി ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ്. കടലുണ്ടി റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് കുതിച്ചുപാഞ്ഞ ട്രെയിൻ കടലുണ്ടി പുഴയ്ക്ക് കുറുകെയുള്ള 2ാമത്തെ പാലത്തിലേക്ക് കടന്നു. പൊടുന്നനെ ട്രെയിനിന്റെ പാളം തെറ്റി ബോഗികൾ ഓരോന്നായി കടലുണ്ടി പുഴയിലേക്ക് പതിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയുമ്പോഴേക്കും ബോഗികൾ കടലുണ്ടിയിലെ ആഴങ്ങളിലേക്ക് താഴ്ന്നു കഴിഞ്ഞിരുന്നു. ആദ്യം തൊട്ടടുത്തുണ്ടായിരുന്നവരാണ് ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്. ചെറിയ വള്ളങ്ങൾ ഉപയോഗിച്ച് രക്ഷിക്കാൻ കഴിയുന്ന ഓരോരുത്തരെയും ബോഗികളിൽ നിന്നും പുറത്തെത്തിച്ചു. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നുള്ള ഒരു സൗണ്ട് കേട്ടപ്പോഴാണ് തിരിഞ്ഞു നോക്കണത്. അപ്പോൾ ഒന്നാമത് ഈ കമ്പാർട്ട്മെന്റ് ഇങ്ങനെ മറിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലേക്ക്. പിന്നെ കുറേ കമ്പാർട്ട്മെന്റാണ്ട് പാലം കഴിഞ്ഞ് കയറിപ്പോയിക്കണം. പിന്നെ അപ്പോഴേക്ക് ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ വന്ന് ഇറങ്ങി. കാരണം പുഴയിൽ വീണ ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്തി. അങ്ങനെ അവിടുന്ന് കുറേ ആൾക്കാരൊക്കെ അങ്ങനെ രക്ഷപ്പെടുത്തിയാണ്. പിന്നെ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ ആൾക്കാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അതൊക്കെ പിന്നീട് ഇവർ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഇതൊക്കെ ചെയ്യണത്. പക്ഷെ ആ സമയം വല്ലാത്തൊരു സമയമാണ്. കാരണം വൈകുന്നേരം ഒരു 5:30 മണി സമയത്തേ എല്ലാവരും ഈ ഒച്ച കേട്ടിട്ടാണ് എന്താ സംഭവിച്ചതെന്നുള്ള ഒരു വേവലാതിയിലേ. ട്രെയിനിന്റെ 6 ബോഗികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 4 ബോഗികൾ പൂർണ്ണമായും പുഴയിൽ പതിച്ചു. 2 എണ്ണം പാലത്തിൽ തൂങ്ങി നിന്നു. കടലുണ്ടിപ്പുഴ അതിന്റെ രൗദ്രഭാവത്തിൽ ഉറഞ്ഞു തുള്ളിയപ്പോൾ ഒന്നിനെയും വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്നത് അന്നാട്ടിലെ യുവാക്കളായിരുന്നു. ട്രെയിനിൽ വയറ്റത്തടിച്ച് പാട്ടുപാടുന്ന ഒരു കുട്ടി. ആ കുഞ്ഞിന്റെ മൃതദേഹം എന്റെ കൈകളിൽ എന്തിയാണ് ഞാൻ മോർച്ചറിയിലെത്തിച്ചത്. അവിടെ എത്തിയപ്പോൾ ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ മുങ്ങിമരിച്ച നിരവധി മൃതശരീരങ്ങൾ നിരന്നു കിടക്കുന്നു. 57 പേരാണ് അന്ന് മരിച്ചതെന്നും അസീസ് മഠത്തിൽ ഓർത്തെടുക്കുന്നു. 28 ആളുകളെ, ചെറുതും വലുതായിട്ടുള്ള ആളുകൾ, സ്ത്രീകളെ, കുട്ടികളെ എല്ലാം എടുത്ത് കരക്ക് കയറ്റാനും ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒട്ടനവധി ആളുകൾ മരണപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചയിലേക്ക് അയക്കാനും എന്നെ സംബന്ധിച്ചോളം സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പിന്നെ അതിന് ഈ വയറിന് അടിച്ച് പാട്ട് പാടുന്ന അന്ന് ഒരു 7-8 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, ഒരു നാടോടി കുട്ടിയാണ്. ആ കുട്ടിയുടെ ബോഡി എടുത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ നേരെ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്ന സമയത്ത് ഈ ആളുകൾ തിരിച്ചറിയാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആളുകളെ കയ്യിൻ്റെ മുകളിലുള്ള ചരട്, വാച്ച്, അതുപോലെ തന്നെ കഴുത്തിലെ ചെയിനുകൾ, അങ്ങനെ പലതും നോക്കിയിട്ടായിരുന്നു ആളുകളെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 300ഓളം പേരെ പരിക്കുകളോടെ രക്ഷിക്കാനായി. ഇന്നും ജൂൺ 22 എത്തുമ്പോൾ ട്രെയിൻ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളാണ്. കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന് ഇന്നേക്ക് 24 വർഷം പൂർത്തിയാകുമ്പോഴേക്കും കടലുണ്ടി പാലത്തിന് മുകളിലൂടെ ഓരോ ട്രെയിനുകളും കുതിച്ചു പായുമ്പോൾ ഭീതിയുള്ള ഓർമ്മകളാണ് ഇന്നും അവിടുത്തുകാർക്ക്. ETV ഭാരത്, കോഴിക്കോട്.